ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ നാട്ടിലെ ആഘോഷം, നമ്മളെ പ്രദേശത്തെ ആഘോഷത്തിനുള്ള നമ്മൾ യൂണിറ്റ് വർഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതിനുള്ള സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ അവിടെ ഏകദേശം കഴിയാറായി. അടുക്കളയിൽ നോക്കാനാണെങ്കിൽ ഫുഡ് ഇങ്ങനെ തകൃതിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുചേച്ചി അഞ്ചേച്ചി അമ്മയും കൂടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കണം. ബാക്കി കുറച്ച് പേരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും മെയിനായിട്ട് അവർ തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. ആദ്യം ഉരുളക്കിഴങ്ങ് അവർ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കനും പിന്നെ ഫിഷ് സ്റ്റൂ, ചെമ്മീൻ, അപ്പം, അതൊക്കെയാണ് നമ്മൾ വൈകുന്നേരത്തെ പരിപാടികൾ ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഹോളിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ ഗ്യാങ്ങും കൂടി കുറച്ച് നേരം കിട്ടിയാൽ അവരുടെ തിരക്കുകളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരത്തെ ഡാൻസിനുള്ള പ്രാക്ടീസിലായിരുന്നു. അവർ കട്ട പ്രാക്ടീസിലായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം, എന്ത് രസമാണല്ലോ ഇതൊക്കെ. കഴിഞ്ഞില്ല, അമ്മമാരുടെ മാത്രമല്ല കേട്ടോ, നമ്മളുടെ പിള്ളേരുടെ ഉണ്ട്. പിള്ളേരാണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള കോസ്റ്റ്യൂമൊക്കെ കെട്ടി നേരത്തെ സെറ്റായിട്ടിരിക്കണേണ്. ഞങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ചിക്കൻ്റെ കാര്യങ്ങൾ ഏകദേശം, ചിക്കൻ കറിയുടെ ഏകദേശം പണിയൊക്കെ തീരാറായി. നമ്മളെല്ലാവരും ഉണ്ടല്ലോ സഹായിക്കാനും പിടിക്കാനും എല്ലാത്തിനൊക്കെ. അപ്പോൾ എന്ത് രസമാണല്ലോ ഇത്. ഞാനീ എന്ത് രസമാണല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണത് ഭയങ്കര രസമായതുകൊണ്ട് എനിക്കങ്ങനെ പറയാനായിട്ടാ. അപ്പോൾ നമ്മളുടെ പ്രാക്ടീസ് തകൃതിയായിട്ട് വീണ്ടും നടക്കുന്നുണ്ട്. ഫൈനൽ റിഹേഴ്സൽ ഉണ്ട്. സ്റ്റേജിൽ കളിച്ച് നോക്കണേണ് ഇവരെല്ലാവരും. നമ്മളവിടെ ഒരു മൂലക്ക് മാറുന്ന പിള്ളേരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെയാണ്. കുഞ്ഞിക്കിളി എപ്പോഴും ആരെങ്കിലും കയ്യിലായിരിക്കും. ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അവനിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് വീണ്ടും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലിട്ട് എന്താ സംഭവം. നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം പരിപാടി തുടങ്ങാൻ ഇനി ഏതാനും സമയങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളുടെ കാര്യം പറഞ്ഞില്ല, അതിനുള്ള ഗിഫ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ പിള്ളേർ ഡാൻസ് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഇനി ഏതാനും സമയങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് വിശക്കണം, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഇവന്മാരോട്. അപ്പൊ എനിക്ക് കൊണ്ടുവന്നേക്കണ സാധനങ്ങള് അതെ, സ്നേഹമുള്ള പിള്ളേരാ. കുഞ്ഞു ആദ്യം കൊണ്ടുവന്ന ഒരു 4 കഷ്ണം ബ്രെഡ് വന്നു, അത് ബ്രെഡ് കഴിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമപ്രായക്കാരില്ല കേട്ടോ. എന്റെ കൂട്ടെല്ലാം ഇതുപോലത്തെ കുട്ടികളും വലിയ വലിയ ആന്റിമാരും ചേച്ചിമാരും തന്നെയാണ് കേട്ടാ.